വെൽക്കം ടു തിന്ന സ്റ്റോറീസ്. ഗൗരിയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. മനു അവളുടെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവിന് പിന്നാലെ ട്രെയിനിൽ നടന്ന ആ സംഭവം എല്ലാം കൂടി ആയപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ മെല്ലെ കണ്ണുനീർ തുടച്ചു. അത് ശങ്കർ കണ്ടു. കരിമഷി എഴുതാത്ത ആ കണ്ണിന് പറയാൻ ഒരുപാട് കഥകളുണ്ടെന്ന് അവന് തോന്നി. താൻ കരയാണോ? എന്തിനാണോ ഇപ്പൊ കരയുന്നേ? തനിക്കൊന്നും പറ്റിയില്ലല്ലോ. പറ്റുന്നതിന് മുമ്പ് ഞാൻ വന്നില്ലേ? താൻ നടന്ന സംഭവങ്ങളെല്ലാം മറന്നുകളാം. അല്ല, ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? അതാലോചിച്ചാണോ കരയുന്നേ? ശങ്കർ ഗൗരിയോട് ചോദിച്ചു. ഗൗരി ഒന്നും മിണ്ടിയില്ല. പ്രത്യേകിച്ച് അവനെ ചെറുതായിട്ടൊന്ന് നോക്കി. തനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ വേണ്ട എന്ന് അവൻ പറഞ്ഞു. ഗൗരി ഒന്നുമില്ല, ഞാൻ പലതും ആലോചിച്ചിട്ടാ എന്ന് മറുപടി കൊടുത്തു. ശരി, തനിക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. തനിക്കൊന്ന് ഹോട്ട്സ്പോട്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ശങ്കർ ഗൗരിയോട് ചോദിച്ചു. ഗൗരി ശങ്കറിനോട് പറഞ്ഞു, എനിക്ക് ഷെയർ ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷേ എൻ്റെ ഫോൺ ഓഫാ, ചാർജർ എടുത്തിട്ടില്ല എന്ന്. ശങ്കർ അവൻ്റെ കയ്യിലുള്ള പവർ ബാങ്ക് ഗൗരിക്ക് നൽകി. മൊബൈൽ ചാർജ് ചെയ്തോ, എന്നിട്ട് ഹോട്ട്സ്പോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഗൗരി പവർ ബാങ്ക് വാങ്ങി ചാർജ് ചെയ്തു. ചാർജ് ഫുള്ളായപ്പോൾ പവർ ബാങ്ക് ശങ്കറിന് നൽകി. പക്ഷേ ഹോട്ട്സ്പോട്ടിൻ്റെ കാര്യം ഗൗരി മറന്നു. എടോ, തൻ്റെ കാര്യം തെറ്റായപ്പോൾ എൻ്റെ കാര്യം മറന്നു? ശങ്കർ ചോദിച്ചു. അവൾ മനസ്സിലാവാതെ എന്താ ചോദിച്ചു. എടോ, പവർ ബാങ്ക് തന്നാലേ താൻ തൻ്റെ ഹോട്ട്സ്പോട്ട് തരാ എന്നല്ലേ പറഞ്ഞേ? അയ്യോ സോറി, ഞാൻ മറന്നു, ഗൗരി പറഞ്ഞു. ഇനിയെങ്കിലും ഓണാക്കുവോ? ആക്കാലോ. താൻ വൈഫൈ ഓണാക്കിക്കോ. എന്താ തൻ്റെ പാസ്വേഡ്? താൻ ഫോൺ തായോ, ഗൗരി പറഞ്ഞു. ശങ്കർ മൊബൈൽ ഗൗരിക്ക് കൊടുത്തു. ഫോൺ ഓണാക്കിയതും അതിൽ അവൻ്റെ ഫാമിലി ഫോട്ടോ കണ്ടത്. അച്ഛൻ്റെയും അമ്മയും ഒക്കെ ഉള്ളൊരു ഫോട്ടോ. ഗൗരി പാസ്വേഡ് അടിച്ചു കൊടുത്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ കണ്ണ് നന്നായി അടയാൻ തുടങ്ങി. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക്. ശങ്കർ അത് ശ്രദ്ധിച്ചു. ഗൗരി, ഇനിയും 1 hour ഇല്ലേ ട്രിവാൻഡ്രം എത്താൻ? താൻ കിടന്നു എന്ന് പറഞ്ഞു. അവളൊന്ന് മടിച്ചു. ആ മടിയുടെ കാരണം അവന് മനസ്സിലായി. ഡോ, താൻ പേടിക്കണ്ട, ഞാൻ കാവലിരുന്നോളാം. തനിക്കെന്നൊരു 10% എങ്കിലും വിശ്വാസമായില്ലേ? പക്ഷേ ഹോട്ട്സ്പോട്ട് ഞാൻ എടുക്കും എന്ന് ശങ്കർ പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞതും ശരിക്കും ഗൗരിക്ക് ചിരിയാ വന്നേ. കാണാൻ നല്ല മുടിയും താടിയും ഒക്കെ വളർത്തിയിട്ടൊരു രൂപവും നല്ല ഗാംഭീര്യമുള്ള ശബ്ദമൊക്കെ കൊണ്ട് ഒരു കലിപ്പനാണെന്ന് തോന്നുമെങ്കിലും ഇയാളുടെ മനസ്സ് ശുദ്ധമാണെന്ന് അവൾക്ക് തോന്നി. അവൾ, ഞാൻ ഉറങ്ങാൻ ട്രിവാൻഡ്രം എത്തിയാൽ വിളിക്കണേ എന്ന് പറഞ്ഞ് കിടന്നു. അവൾ ഉറങ്ങാൻ കിടന്നതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഉറങ്ങിപ്പോയി, പാവം. എന്നാൽ നമ്മുടെ ശങ്കർ കുറച്ചേ ഫോണിലൊക്കെ നോക്കിയുള്ളൂ. പിന്നീടുള്ള നോട്ടം ഗൗരിയുടെ അടുത്തായി. തെറ്റായിട്ടുള്ള നോട്ടമല്ല കേട്ടോ. അവന് ശരിക്കും അവൾ ഉറങ്ങിക്കിടക്കണം കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം അവൻ്റെ പ്രിയപ്പെട്ടവരുടെയും നാട്ടുകാരുടെയും മുമ്പിലൊക്കെ താടി മുടിയൊക്കെ വളർത്തി കുടിച്ചു നടക്കുന്ന ഒരു തെമ്മാടിയുടെ രൂപം അവന്. കാരണവന്മാരുണ്ടാക്കി വെച്ച സ്വത്ത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജന്മമായിട്ടാണ് പലരും അവനെ കാണുന്നത്. അങ്ങനെയുള്ള തന്നെ വിശ്വസിച്ച ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നത് എന്നോർത്തപ്പോൾ അവന് അതിയായ സന്തോഷം തോന്നി. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളെ അവൾ സ്വാധീനിക്കുന്ന പോലെ തോന്നി അവന്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൻ്റെ ചുണ്ടിലെ ഒരു പുഞ്ചിരി വിടർന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ചിരി അസ്തമിക്കുകയും ചെയ്തു. അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. എനിക്കെന്താ പറ്റിയേ? ഇത്ര കാലം ഞാൻ കൊണ്ടു നടന്ന് എന്നെ എനിക്ക് നഷ്ടപ്പെടുവാണോ? എൻ്റെ ശിവ, ആരുമായിട്ടും ഒരു മാനസികമായോ മറ്റോ നിനക്കൊരു കണക്ഷൻ വേണ്ട. നീ തീരുമാനിച്ചതല്ലേ. നിനക്ക് നീ മാത്രമേ ഉള്ളൂ. ശിവശങ്കർ എന്നും ഒറ്റയ്ക്കാണ് ഇനി എന്ന് അവൻ സ്വയം പറഞ്ഞു. ഭൂതകാല സ്മരണകൾ അവനെയും വേട്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ട്രിവാൻഡ്രം എത്താനായപ്പോൾ ഗൗരിയെ അവൻ വിളിച്ചു. എടോ ഗൗരി, എഴുന്നേൽക്ക് എന്ന്. പക്ഷേ അവൻ്റെ അവളിൽ ആരും എഴുന്നേൽക്കാനാ? നമ്മുടെ ഗൗരിയോ? നന്നായി. ശ്രുതി, അവൻ എന്തിനെന്നെ പറ്റിച്ച എന്നൊക്കെ ഉറക്കത്തിൽ അവൾ പിറുപിറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെടാ, ഈ പെണ്ണ് എഴുന്നേക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഗൗരി എഴുന്നേൽക്കാതിരുന്നപ്പോൾ ശങ്കർ കയ്യിലൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് കൊണ്ട് അവളുടെ മേൽ തട്ടി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെയോ അവസാനം അവൾ എഴുന്നേറ്റു കേട്ടോ. അവൾ എഴുന്നേറ്റു. എന്തൊരു ഉറക്കാണോടാ അത്. ട്രിവാൻഡ്രം എത്താറായി എന്ന് ശങ്കർ പറഞ്ഞു. എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് തുടച്ച് അവളുടെ ബാഗൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു.
അവനും ബാഗ് എടുത്ത് വെച്ചു, കാരണം അവനും അവിടെയാണല്ലോ ഇറങ്ങേണ്ടത്. അവനെ ഒന്ന് നോക്കി, എന്നിട്ട് ബിസ്ക്കറ്റ് കൊണ്ട് തന്നെ വിളിച്ച് കാര്യം ആലോചിച്ച് ചിരിച്ചു. അവളുടെ വേദനകൾ എന്തുകൊണ്ടോ ഈ യാത്രയുടെ അവസാനമായപ്പോഴേക്കും കുറഞ്ഞു കേട്ടോ. അവളിൽ നിന്ന് പോയി മറന്ന ചിരി മെല്ലെ തിരിച്ചെത്താനും തുടങ്ങി. സ്റ്റേഷനെത്തി രണ്ടാളും ഇറങ്ങി. ഗൗരി ശങ്കറിനോട് യാത്ര പറഞ്ഞ് നടന്ന് നീങ്ങി. ശങ്കർ അവൾ പോയതിൻ്റെ എതിർവശത്ത് കൂടി അവന് അവളുടെ നമ്പർ വാങ്ങണം എന്ന് തോന്നിയെങ്കിലും അവൻ വേണ്ടെന്ന് വെച്ചു. കാരണം ഇനി പുതിയൊരു ബന്ധങ്ങളും അവൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് അവൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അവര് നടന്ന് നീങ്ങുന്നതോടൊപ്പം ആ ഹോട്ട്സ്പോട്ട് കണക്ഷനും ഓഫായി. ദൂരെ നിന്ന് ഇതൊക്കെ ഒരു പെൺകുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എന്താവും? അവരിനി കാണുമോ? കണ്ട പിന്നീട് എന്താ നടക്കുക? നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം അല്ലേ?